ഇന്ന് ഒട്ടും തന്നെ ഉഷാറില്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിൽ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയത്. കാരണം വേറെ ഒന്നുമല്ല, ഒരു മാസത്തോളം എൻ്റെ ഉമ്മ എൻ്റെ കൂടെ അപ്പോൾ ഉണ്ടായിരുന്നേ. എനിക്ക് ചെറിയൊരു സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നത് കൊണ്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഉമ്മ അങ്ങ് വീട്ടിലോട്ട് പോയി. അതിൻ്റെ ഒരു ഉഷാറില്ലായ്മയാണേ. മോൻ പുട്ട് കഴിക്കാത്തത് കൊണ്ട് 2 മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് മോനിക്ക് തൊലിച്ച് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. മുട്ടയുടെ വെള്ള മോൻ കഴിക്കും, മഞ്ഞ കഴിക്കാറില്ല. മോനെ നഴ്സറിയിലാക്കാൻ സമയമായില്ല, 2.5 വയസ്സേ ആയുള്ളൂ. എന്തായാലും ഒരു 6 മാസം കൂടിയുണ്ട് നഴ്സറിയിലാക്കാനായിട്ട്. മുട്ട തൊലിച്ച് കട്ട് ചെയ്ത് കൊടുത്ത് കഴിക്കാനുള്ള ഇരിപ്പാണ് ആൾ. വലിയ വെയിറ്റൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ടും ഹെൽപ്പിന് ആരും ഇല്ലാത്തത് കൊണ്ടും ഗ്യാസിലാണ് ചോറ് വെച്ചത്. കുറച്ച് ബീട്രൂട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഇന്നലെ തൈര് കറി വെച്ചതിൻ്റെ കുറച്ച് തൈരും ബാക്കിയുണ്ടായിരുന്നു. എന്തായാലും ഇത് രണ്ടും ചേർത്തൊരു ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാമെന്ന് കരുതി. ബീട്രൂട്ട് നല്ല മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പുമിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് മിക്സിയിൽ അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയും 1 പച്ചമുളക്, അല്പം ജീരകം, 1 തുണ്ട് ഇഞ്ചി, 2 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വറ്റി വരുന്നതിലേക്ക് ഈ അരപ്പൊഴിച്ച് കൊടുക്കാം. ചട്ടിയിലെ ബീട്രൂട്ടും അരച്ച് ചേർത്ത തേങ്ങയും കൂടി ഒരുമിച്ച് കുറുക്കി യോജിപ്പിച്ച് നല്ലപോലെ തിളച്ച് വറ്റ് വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ബീട്രൂട്ട് കിച്ചടി ഹസ്ബൻഡിനും മക്കൾക്കും ഒത്തിരി ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുണ്ട് വീട്ടിൽ. ഏതാണ്ട് ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. വറ്റി വന്ന ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. സൈഡ് തിളയ്ക്കുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഉമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പാലത്തോലിട്ട് പഴുപ്പിച്ച മാങ്ങ കൊണ്ടുവന്ന്. അപ്പോൾ 2 എണ്ണം ബാക്കിയുണ്ടായിരുന്നു. മോനിക്ക് കണ്ടിച്ച് കൊടുത്ത് മോൻ കഴിക്കുവാണ്. ഈ നേരം കൊണ്ട് നമുക്ക് 2 ക്യാരറ്റ് മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് ഇവിടെ എനിക്കിഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്. എനിക്ക് ദിവസവും എന്തെങ്കിലും ഒരു പച്ചക്കറി മസ്റ്റാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ചേർത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടൊരു വറവ് തയ്യാറാക്കാം. അതിൽ എണ്ണയും കടുവും കറിവേപ്പും മതി. ചെറിയ ഉള്ളിയുടെ ആവശ്യമില്ല. പിന്നെ വറ്റൽമുളക് ഇടാറുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. അതൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ക്യാരറ്റ് മെഴുക്കുപുരട്ടി തയ്യാറാക്കിയെടുക്കാം. മഴയും കാര്യങ്ങളും കാലാവസ്ഥ വ്യത്യാസമൊക്കെ ആയതുകൊണ്ട് കടലിൽ വെള്ളം അങ്ങനെ പോവാറില്ല കേട്ടോ. അഥവാ കിട്ടിയാലും കുറേ നാൾ കൊണ്ടേ നെത്തോലി തന്നെ. അപ്പോൾ മീൻ ഇതുവരെ എത്തിയില്ല. മീൻ കിട്ടിയില്ലെങ്കിൽ ഇന്ന് വേറെ എന്തെങ്കിലും കൂടി ചെയ്യണം. അപ്പോൾ ഇതിനെ മെഴുക്കുപുരട്ടിയായിട്ട് എടുക്കാം. ഇതിനിടെ തന്നെ ആളെ മീൻ കൊണ്ടുവന്നേ. സന്തോഷം. ഇന്ന് എന്ത് മീനാണെന്നുള്ള ആകാംക്ഷയുണ്ടേ. എന്നും നെത്തോലി ആയതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സന്തോഷമുണ്ട്. കൊഴിയാള മീനാണ് ആൾ കൊണ്ടുവന്നത് കേട്ടോ. നല്ല പച്ച കൊഴിയാള മീനായിരുന്നേ. മീനിൻ്റെ മണമടിച്ചതോടുകൂടി അവളും വന്നു. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളെങ്കിലും നല്ല പച്ച മീനാണേ. അതിനെ വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി വന്ന നേരം കൊണ്ട് നമ്മുടെ മെഴുക്കുപുരട്ടിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. മെഴുക്കുപുരട്ടി അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് മീൻകറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. ഇവിടെ കറി വയ്ക്കുന്നതിനേക്കാൾ ഇഷ്ടം പൊരിക്കുന്നതാണ് എല്ലാവർക്കും. മാത്രമല്ല കറിയിൽ പുളി കൂടാനും പാടില്ല കേട്ടോ. ഇവിടെ ഇന്നലെ എനിക്ക് 2 പുളിഞ്ചിക്ക കിട്ടിയായിരുന്നേ. അതുകൊണ്ട് തക്കാളിയും പച്ചമുളകും 2 പുളിഞ്ചിക്കയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അരപ്പ് അരച്ച് കലക്കി ഒഴിക്കുന്നതിൽ പുളി കുറച്ചാണ് ഇടുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി 2 കഷ്ണം ഞാൻ പൊരിച്ചെങ്കിലാണ് കൊടുക്കാറുണ്ട് എപ്പോഴും. മീൻ കറിയുടെ കറി കൂട്ടാത്തതുകൊണ്ട് അങ്ങനെ 2 കഷ്ണം മീനെടുത്ത് പൊരിക്കാൻ വരഞ്ഞ് അതും അടുപ്പയിലാക്കിയിട്ടുണ്ട്. അതും പൊരിഞ്ഞ് വരണ നേരം കൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാം. ഈ വീട്ടിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് പാത്രം കഴുകലാണ് കേട്ടോ. ആകെ ഞാനും ഹസ്ബൻഡും 2 കൊച്ചു മക്കളുമാണ് ഉള്ളത്. എപ്പോഴായിരുന്നാലും ഒരു സിങ്ക് നിറയെ പാത്രം കാണും. ഈ പാത്രം കഴുകുന്നതാണ് എൻ്റെ ഈ വീട്ടിലെ ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ പറഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി. മഴക്കോള് മന്ദാരം മാറി നിൽക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങിയൊരു പണിയും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അടുക്കളയിലെ പണി കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. മോൻ്റെ ചെറിയ കുറച്ച് ഉടുപ്പുകൾ കഴുകാനുണ്ടായിരുന്നു. മഴക്കോള് നിൽക്കുന്നതുകൊണ്ട് കഴുകിയിട്ടാലും ഉണങ്ങത്തില്ല. ജീൻസിൻ്റെ നിക്കറും ഷർട്ടും ഒക്കെയാണ്. ബാക്കി പണികളൊക്കെ തൂക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും മുറ്റം തൂക്കുന്നതും തുടച്ച് വാരുന്നതും എല്ലാം മോള് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ്.
1-2 ദിവസമായിട്ട് അവൾ തന്നെയാണ് ചെയ്യുന്നത്. ചെയ്ത് പഠിപ്പിച്ചിട്ടാണ് അമ്മ പോയത്. അമ്മ ഉള്ളപ്പോൾ സ്കൂളിൽ നിന്നും ഫുഡ് കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ എഴുന്നേറ്റൊന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഫുഡ് കൊടുത്തു വിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു നീരസം മോൾക്കുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് കൊടുത്തിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സമാധാനത്തിലാണ് ആൾ പോയത് കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി ഏതാണ്ട് ഒരുങ്ങി വൃത്തിയായി വന്നിട്ടുണ്ട്. പുറത്തു കൊണ്ട് വയ്ക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് നമ്മുടെ സ്ലാബിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ പാത്രങ്ങൾ ഒതുക്കി വയ്ക്കാറ്. കുറച്ച് കഴിയുമ്പോൾ എടുത്ത് സെക്ഷൻ തിരിച്ച് വയ്ക്കാറാണ്. കറിയോടൊപ്പം തന്നെ അപ്പുറത്ത് അടുപ്പിലോട്ട് മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ നിന്നത്. അപ്പോൾ 2 മീനേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.